ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ലൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നല്ല സോഫ്റ്റാണ്, അതുപോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കിണ്ണത്തപ്പമാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അടുത്ത് കാണുന്ന ഓൾ എന്ന ബെല്ലൈക്കൺ കൂടെ മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു കിണ്ണത്തപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതാ ഞാനിവിടെ കിണ്ണത്തപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 കപ്പ് ബസ്മതി റൈസ് ഉണ്ട്. ഇതൊരു 6 മണിക്കൂർ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിർത്തി എടുത്തിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വച്ചിരിക്കുന്നതാണ്. ഈ ഒരു കിണ്ണത്തപ്പം ചെയ്യാനായിട്ട് ഒന്നല്ലെങ്കിൽ ബസ്മതി റൈസ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പച്ചരി, അതൊന്നും അല്ലെങ്കിൽ സോനാ മസൂരി റൈസ്, അത് നല്ലതാണ്. നമ്മൾ പച്ചരി വെച്ച് ചെയ്യുന്ന എന്ത് ഡിഷായാലും സോനാ മസൂരി റൈസ് നല്ലതാണ്. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഇത് 6 മണിക്കൂറാണ് കുതിർത്തിയത്. അപ്പോൾ പച്ചരിയാണെങ്കിൽ നിങ്ങൾ 3-4 മണിക്കൂർ മാത്രം കുതിർത്തി എടുത്താൽ മതി. പച്ചരി പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടും. പക്ഷേ ബസ്മതി റൈസ് അങ്ങനെയല്ല, പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ടാണ് കൂടുതൽ സമയം കുതിർത്തണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് 1 തേങ്ങ എന്നുള്ള പാലാണ്, ഒരിടത്തരം തേങ്ങ. അപ്പോൾ ഞാൻ കപ്പളവ് പറയുകയാണെങ്കിൽ എനിക്കൊരു 2.5 കപ്പിൻ്റെ അടുത്ത് കിട്ടി. അതിനകത്തു നിന്നാണ് ഞാൻ 3 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത്രയും തേങ്ങാപ്പാൽ ഒന്നിച്ച് ചേർത്ത് അരയ്ക്കരുത്, ഒരല്പം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാനൊരു 1/2 കപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരച്ച് നോക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് അരച്ചെടുത്താൽ മതി. അരി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും തന്നെ തരിയില്ലാതെ അരച്ചെടുക്കണം. അപ്പോഴാണ് കിണ്ണത്തപ്പം നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ കുറച്ച് സമയം കൂടുതൽ കുതിർത്തിയാൽ ബസ്മതി റൈസ് നന്നായിട്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തതെന്ന് ഒരു 3/4 കപ്പിൻ്റെ അടുത്താണ് അരയ്ക്കാനായിട്ട് എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരി അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വന്നിരിക്കും. പച്ചരി ആണെങ്കിൽ ചിലപ്പോൾ ഇതിനും കുറച്ചായിരിക്കും ചിലപ്പോൾ ആവശ്യം വരുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരയ്ക്കാനെടുത്ത പാലിൽ നിന്ന് ബാക്കി പാൽ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയിരിക്കുന്ന പാൽ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മൊത്തത്തിൽ 3 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളെടുക്കുന്ന അരിക്കനുസരിച്ച് ചിലപ്പോൾ ഒരല്പം കുറവൊക്കെ വന്നേക്കാം. ഈ ഒരു ലൂസിൽ വേണം ഇരിക്കാനായിട്ട്. കുറച്ച് കട്ടിയുള്ള പാലിൻ്റെ ആ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത്. വെള്ളം കൂടിപ്പോയാലും പിന്നെ പ്രശ്നമാണ്, വെന്ത് കഴിയുമ്പോൾ അത് പൊടിഞ്ഞു പോവും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കയും ജീരകവും നിങ്ങളടുത്ത് പൊടിച്ചതില്ലെങ്കിൽ പഞ്ചസാരയിലേക്ക് ഒരു 5 ഏലക്കയും ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത്, 1/4 ടീസ്പൂൺ നിറച്ച് വേണ്ട, ജീരകം കൂടെ ചേർത്തിട്ട് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു മിക്സിയിലേക്ക് ചേർത്താൽ മതി. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് നമുക്കൊരല്പം ഉപ്പ് ആവശ്യമാണ്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഏലക്കയുടെയും ജീരകത്തിൻ്റെയും സ്മെല്ലെല്ലാം ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഒന്നല്ലെങ്കിൽ നമ്മൾ ചായ അരിക്കുന്ന അരിപ്പയിൽ കൂടെ അരിക്കാം, അല്ലെങ്കിൽ ഒരു ഇഴയുള്ള തുണി ഉപയോഗിച്ചാലും മതി. ഞാനിവിടെ തുണിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല നൈസായിട്ടുള്ളൊരു ബാറ്റർ കിട്ടും. അപ്പോഴാണ് കിണ്ണത്തപ്പം നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു കിണ്ണത്തിൽ ഒഴിച്ച് വേവിക്കുന്നതുകൊണ്ടാണ് ഇത് കിണ്ണത്തപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലൊരു പരന്ന പാത്രം എടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് തടവി കൊടുക്കാം. കിണ്ണത്തപ്പം വേവിക്കുന്നത് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ
ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കിണ്ണത്തപ്പം വേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ പകുതിയാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, കനം കുറഞ്ഞിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ മേളിലേക്ക് ഒരു അല്പം ജീരകം കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ജീരകം ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇത് ഇടണമെന്ന് ആവശ്യമില്ല. അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റും സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിക്കുന്ന സമയത്ത് ആവി വെള്ളം ഇതിലേക്ക് ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ വേവിക്കുന്ന ആ ഒരു പാത്രം കൂടെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 20-25 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഇവിടെ കിണ്ണത്തപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ സ്യൂർ വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അതാ ഇതിലൊന്നും ആവുന്നില്ല. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.